എനിക്ക് ഇത് ഒരു വലിയ ആഡംബരവും അലങ്കാരവുമായി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലൊന്നും ഞാനില്ല. ആർക്കും AICC ഏത് പ്രസിഡന്റിനെയും വെക്കാം. ഞാൻ ആ പ്രസിഡന്റിന് സഹകരണം പിന്തുണ എല്ലാം കൊടുക്കും. എൻ്റെ ഒരു വലിയ സ്വപ്നമോ ഒരു വലിയ ഇതൊന്നുമല്ല പിന്നെ KPCC പ്രസിഡന്റ്, ഈവൻ മുഖ്യമന്ത്രി പോലുമല്ല. ഞാൻ അതിലൊന്നും ശടിക്കാൻ പോകുന്നുമില്ല. എൻ്റെ രാഷ്ട്രീയം CPM-നെതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ്. 6 വയസ്സ് മുതൽ 6, 7, 8 വയസ്സ് മുതൽ ഞാൻ CPM-നെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ ഫൈറ്റ് ഇപ്പോഴും തുടരും. ആ ഫൈറ്റിൻ്റെ ഭാഗമായി ഇത്തവണയും പിണറായി വിജയനെ അധികാരത്തിലെത്തിക്കാതിരിക്കാനുള്ള പ്രവർത്തനമാണ് എൻ്റെ പ്രവർത്തനം. എൻ്റെ ലക്ഷ്യം, എൻ്റെ ടാർഗറ്റ് അതാണ്. അതിനപ്പുറത്ത് എനിക്കൊരു ടാർഗറ്റ് ഒന്നുമില്ല. ഈ രാഷ്ട്രീയ കാര്യ സമിതിയിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റവും ഒരു വാക്കേറ്റവും നടന്നിട്ടില്ല. ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കേൾപ്പിച്ചാൽ നിങ്ങൾ വൃത്തി പണിയെടുക്കാൻ. VD സതീശനെതിരെ AP അനിൽകുമാർ അത് വാക്കാ. ഒരു കാര്യം ചോദിച്ചാൽ അതിനൊരു ചോദ്യം ചോദിച്ചാൽ അതിന് തെറ്റ്. ഒറ്റക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്നൊക്കെ അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ സംഭവം ഉണ്ടായിരുന്നോ? അങ്ങനെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. മാനമായ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ അനിൽ പങ്കെടുത്തിരുന്നു. ഞാൻ അതിനകത്ത് വലിയ പാളിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനല്ല, ആ മീറ്റിംഗിൽ ഇരുന്ന ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എങ്ങനെയാ തോന്നിയെന്ന് അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടോ? അതിൻ്റെ അകത്ത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു വാശിയോടെ പിടിച്ചിരിക്കാൻ താനില്ല എന്നാണ്. ഒരു താല്പര്യവുമില്ല. അതിന് എനിക്ക് ആവശ്യമില്ല. അതിൻ്റെ പുറകെ ഞാൻ ഇല്ല. എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ KPCC പ്രസിഡന്റായി തുടരാൻ സമ്മതിച്ചാൽ മതി. എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. KPCC പ്രസിഡന്റായിട്ടില്ലെങ്കിൽ ഞാനങ്ങ് വായിലങ്ങ് പറഞ്ഞു പോകുന്നില്ല. ഞാൻ ജനമനസ്സിലുണ്ട്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ മുമ്പിൽ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അവർ വന്ന് തെളിയിക്കണം. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ടോ? അപ്പൊ അതൊന്ന് പത്രത്തിൽ എഴുതിയാട്ടെ. ഏത് സംയുക്ത വാർത്ത? അല്ല, അതിനിപ്പം ഈ ഇദ്ദേഹം പുറത്ത് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടേ ഉണ്ടാവുള്ളൂ. അദ്ദേഹം വടക്കേരിക്കേണ്ട മീറ്റിംഗ് ആണത്. ആരെ മാറ്റാനാ ഉദ്ദേശിക്കുന്നു? അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല പാർട്ടിക്കകത്ത്. അങ്ങനെ ഒരു പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നില്ല. ഇനി അങ്ങനെ ഒരു ചർച്ച വന്നാലും അതിനാരും എതിരല്ല. അതിൻ്റെ ന്യായാന്യായതകൾ നോക്കി യുക്തമായ തീരുമാനം, വ്യക്തിസഹമായ തീരുമാനം AICC എടുക്കാം. ഈ KPCC പ്രസിഡന്റ് സ്ഥാനം മാറുമ്പോൾ പ്രതിപക്ഷ നേതാവ് മാറേണ്ട സാഹചര്യം അങ്ങനെയൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് UDF-ന്റെ നേതാവാണ്. കോൺഗ്രസ് KPCC-യുടെ പ്രസിഡന്റാണ് KPCC പ്രസിഡന്റ്. അത് തമ്മിലൊരു ബന്ധമൊന്നുമില്ല. അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് കെ സുധാകരൻ മാറുമ്പോൾ സതീശൻ മാറണം ഇല്ല. സതീശൻ മാറുമ്പോൾ കെ സുധാകരൻ മാറണം ഇല്ല. അതാത് രണ്ട് സെപ്പറേറ്റ് ആണ്. കേസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ കേസ് ഒരു മുഖ്യ നേതൃനിരയിൽ നിന്നിട്ട് അതിനെ നയിക്കാനുണ്ടാവും. പക്ഷെ മത്സരിക്കാനുണ്ടാവണം എന്നില്ല. മത്സരം വേറെ, നയിക്കൽ വേറെ. എനിക്ക് താല്പര്യമില്ല. പാർട്ടിയെ നയിക്കാൻ തന്നെയാണ്. പാർട്ടി നിർബന്ധിച്ചാൽ ഇപ്പൊ പാർട്ടിനെ അനുസരിക്കണ്ടേ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല. ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് നമ്മളൊരു തീരുമാനം എടുക്കും. എനിക്ക് സ്വാഗതമാണ്. എന്തൊക്കെ ഈ വെറുതെ ചൊറിഞ്ഞോണ്ടിരിക്കല്ല.